Hey, welcome to Zine Academy's phase 2, session 5. Web application hacking and SQL injection and XSS attack ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. And before anything, as always, എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് any actions and or activities related to the material contained within this training is solely your responsibility. Yada yada yada. This training for educational research purposes only. Do not attempt to violate the law with anything we teach you here. Alright, hey, today നമ്മൾ SQL injection ആണ് പഠിക്കാൻ പോകുന്നത്. But then നമ്മൾ ചോദിച്ചേക്കാം, SQL injection അല്ലേ ഇന്നലത്തെ ലൈവ് സെഷനിൽ നമ്മൾ പഠിച്ചത്? But then SQL injection നമ്മൾ ശരിക്കും ഇന്നലത്തെ ലൈവ് സെഷനിൽ മനസ്സിലായിക്കോ എന്നുള്ളത് അഗൈൻ പഠിപ്പിച്ച എനക്കായാലും പഠിച്ച നിങ്ങൾക്കായാലും കാര്യമായിട്ട് അത് പ്രോപ്പർലി did not digest it. I know. Alhamdulillah, we got an NGL. Okay, we got an NGL. We got an NGL that said cybersecurity feedback. I think phase 2 is going a little advanced. Phase 1 was big and easy to understand, but phase 2 is a little tough to grasp and is going a little too fast. Funny enough, ഈ സാധനം വന്നത്, ഈ NGL വന്നത് ഇന്നലത്തെ സെഷന് മുമ്പാണ്. Okay, but then ഇന്നലത്തെ സെഷൻ was an example of NGL. Okay, we went a bit too fast. All right, so we're going to stop, reverse and go slow and understand everything. എന്താണ് SQL നമ്മൾ അടിച്ച കമാൻഡുകൾ, ഇന്നലെ നമ്മൾ അടിച്ച കമാൻഡുകൾ എന്താണ് അതൊക്കെ. we're going to skip the നമ്മൾ സെറ്റപ്പ് ചെയ്ത പാർട്ട് we're going to skip, but then we'll SQL injection പാർട്ടെല്ലാം we'll be going over again, this time slowly, more clearly, with the help of the PDF, inshallah. All right, so today we start over slower from the actual beginning. We are going to understand what SQL even is before we touch a single payload. അപ്പം നമ്മൾ SQL injection ചെയ്യുന്നതിന് മുമ്പ് എന്താണ് SQL നമ്മൾ പഠിക്കും ആദ്യം. We understand why this apostrophe, ഒറ്റ apostrophe ഇടുമ്പോഴത്തേക്ക് മൊത്തം അലങ്കോലാവും, what that even is. All right, and ഇന്നലെ നമ്മൾ ചെയ്ത 3 SQL attacks, we are going to do it again, but then this time we are going to make it make sense, inshallah. All right, so today's plan എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഡാറ്റാബേസ് എന്താണെന്ന് നോക്കും, SQL എന്താണെന്ന് നോക്കും, ഒരു അപ്പോസ്ട്രോഫി ഇടുമ്പോഴത്തേക്ക് എത്ര വലിയ കലാമിറ്റി എങ്ങനെ സംഭവിക്കുന്നത് നോക്കും. ഇത് ശരിക്കും SQL അറ്റാക്സ് നടന്ന സിനാരിയോസ് നമ്മൾ നോക്കും. പിന്നെ DVWA, ഓക്കെ, നമ്മൾ SQL ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് പഠിക്കാൻ നമുക്കുള്ള ഒരു എൻവയൺമെൻറ്റ് ഉണ്ട്, നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ ഹാക്ക് ചെയ്തെടുക്കുന്ന പാസ്വേഡ് ഹാഷസ് അതെന്താണ്, ഓക്കെ, ഈ ഹാഷിങ് എന്താണ് സംഭവം, അതെങ്ങനെയാണ് നമ്മൾ ഡീഹാഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഫൈനലി SQL injection പോലെ വേറെ ടൈപ്പ് ഓഫ് അറ്റാക്കാണ് XSS attack. Okay, we'll learn what that is, അതെവിടെയാണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കാം, and things like that. All right, now let's jump in. Okay, so imagine a large hospital. Okay, thousands of patients come every year. ഇവിടെ ആയിരക്കണക്കിന് പേഷ്യൻസ് എല്ലാ ദിവസവും വരും. Okay, every patient has a file, their name, date of birth, blood type, medical history, medications, allergies, doctor notes, etc. Okay, അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ആ ഹോസ്പിറ്റലിൽ ആയിരക്കണക്കിന് പേഷ്യൻസ് വരും ദിവസവും, ആയിരക്കണക്കിന് ജസ്റ്റ് സെക്കൻഡ് മീ ജസ്റ്റ് മൂവ് മൈ സെൽഫ് അപ്പ് ഹിയർ. ഓക്കെ, ആയിരക്കണക്കിന് പേഷ്യൻസ് വരും. അപ്പം ഈ ഡാറ്റയിൽ എവിടെ അവർ സ്റ്റോർ ചെയ്യുന്നത്? ഓക്കെ, അവർ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫയലിംഗ് ക്യാബിനറ്റിലാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ സൗദിയിലെ ടൈമിൽ അവിടെ സഫാ മക്ക എന്ന് പറയുന്നൊരു പോളിക്ലിനിക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൗണ്ടറിൻ്റെ ഈ റിസപ്ഷനിസ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ ആ ഇതിൽ ടൈപ്പ് ചെയ്യുന്ന ആൾ, അവരുടെ ബാക്കിൽ വലിയ ഒരുപാട് ഫയൽസ് ഉള്ള ഒരു ക്യാബിനാണ്. ഓക്കെ, ഐ എം ടോക്കിംഗ് ബാക്ക് ഇൻ ദ ഡേയ്സ് 2010s, ഓക്കെ, ആ ടൈം. അപ്പം നമ്മളിതാക്കിയാൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്കിൽ ലിറ്ററലി അവർ ഫയൽ ക്യാബിനറ്റിൽ പോയി ഫയൽ ഇങ്ങനെ തപ്പും. ഓക്കെ, ഐ ആം ഓൾഡ്. ഓക്കെ, ബാക്ക് ഇൻ ദ ഡേയ്സ്. ഓക്കെ, സോറി. അപ്പം ആ സംഭവം, ഓക്കെ, അതെങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എല്ലാ ഫയൽസും ഒരു സോർട്ടഡ് ആയിട്ട് ഓരോ ഫയൽസും എന്താണ് അതിൻ്റെതായ ക്യാബിനിൽ വെക്കും. ഓക്കെ, ഈച്ച് ക്യാബിനറ്റ് ഇസ് ലേബിൾഡ് and each drawer is sorted. Each folder has a patient ID on it. When a doctor needs a patient record, they do not search through every single file. They go to the right cabinet, the right drawer, pull out the right folder, and they have exactly what they need in seconds. Okay, നമ്മളൊരു അന്ധകാലത്തിൽ അവർ ആദ്യം പോയി, ഓക്കെ, അമൻ അബ്ദുറഹ്മാൻ ഫാസ്റ്റ് പേഷ്യൻ്റെ ഡോക്യുമെൻ്റ് ഇത് നോക്കലല്ലോ. ഓക്കെ, എങ്ങനെ അവർക്കറിയാം എന്ത് കറക്റ്റ് എവിടെയാണ്, ഏതാണ് വിളിക്കേണ്ടത്, അതിൻ്റെ അകത്ത് ഇങ്ങനെ അവരിങ്ങനെ ചെക്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ അകത്ത് ഓക്കെ അമൻ അബ്ദുറഹ്മാൻ കിട്ടി. ഓക്കെ, അപ്പം that thing. Okay, now let's say what the PDF says. A database is that filing room.
digital but the exact same idea. Database എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ നിങ്ങളിപ്പോൾ യുവർ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസ്, യൂസർ നെയിം, പാസ്വേഡ്സ്, പോസ്റ്റ്സ്, ഫോളോവർ ലിസ്റ്റ്, ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ? ഓക്കെ, നിങ്ങളുടെ ബാങ്കിൻ്റെ നിങ്ങളുടെ ഓരോ ട്രാൻസാക്ഷനും ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ? ആ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാബേസ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൺ ഫാക്ട്, the scale of database is staggering. It's humongous. Okay, ഫേസ്ബുക്കിൻ്റെ ഡാറ്റാബേസിന് 100 ട്രില്യൺ റോസ് ഓഫ് ഡാറ്റ. 100 ട്രില്യൺ എന്ന് വെച്ചാൽ 1 ട്രില്യൺ എന്ന് വെച്ചാൽ 1000 ബില്യനാണ്. ഓക്കെ, 1000 ബില്യനാണ് 1 ട്രില്യൺ. 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടിയാണ്. അപ്പം 100 കോടിയാണ് 1 ബില്യൺ. അങ്ങനത്തെ 1000 ബില്യനാണ് 1 ട്രില്യൺ. അങ്ങനത്തെ 100 ട്രില്യൺ. ഹ്യൂമങ്കസ്. അത്രയും എന്തുണ്ട് ഫേസ്ബുക്കിനുണ്ട്. ഓക്കെ, ഗൂഗിൾ പ്രോസസ്സസ് 8.5 ബില്യൺ സെർച്ച് ക്വയറീസ് പെർ ഡേ. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അത് ഈ ഡാറ്റാബേസിൽ എവിടെയുള്ള സാധനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതെങ്ങനെയാണ് ഗൂഗിളിൽ പെട്ടെന്ന് കിട്ടുന്നത്? ഓക്കെ, അപ്പം എല്ലാം ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ യു ലൈക്ക് എ പോസ്റ്റ്, സെർച്ച് ഫോർ എ പ്രോഡക്റ്റ്, ലോഗ് ഇൻ ടു ഇമെയിൽ, എ ഡാറ്റാബേസ് ക്വയറി റൺസ് ബിഹൈൻഡ് ദ സീൻസ്, റിട്ടേൺ റിസൾട്ട്സ് ഇൻ മില്ലി സെക്കൻഡ്സ്. ദ എൻറ്റയർ മോഡേൺ ഇൻ്റർനെറ്റ് റൺസ് ഓൺ ഡേറ്റാബേസസ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഡാറ്റാബേസ്. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ഹൗ ഡാറ്റാബേസ് ഓർഗനൈസ്ഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഓൾറൈറ്റ്, എങ്ങനെയാണ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. ആൻഡ് നൗ you know what, SQL ഇഞ്ചക്ഷൻ്റെ ടൈമിൽ ആ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ. I'll show then. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എല്ലാ ഡാറ്റാസും കൂടി ഇങ്ങനെ ക്ലംപ് ചെയ്ത് അങ്ങ് വെക്കുന്നല്ല. നോ, ഡാറ്റാബേസ് ഇസ് നോട്ട് വൺ ബിഗ് പൈൽ ഓഫ് ഡേറ്റ. നോ, ഇറ്റ് ഇസ് അറേഞ്ച്ഡ് ഇൻ ടു ടേബിൾസ്. അതെല്ലാം സ്പ്രെഡ്ഷീറ്റ്സ്, നമ്മളിങ്ങനെ എക്സലിൽ സ്പ്രെഡ്ഷീറ്റ്സ് കണ്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, അതുപോലെ അങ്ങനെയാണ് ഓരോ റോസ് ആൻഡ് കോളംസ് ഉള്ളതായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ലുക്സ്. ഹിയർ ഇസ് വാട്ട് എ യൂസേഴ്സ് ടേബിൾ മൈറ്റ് ലുക്ക് ലൈക്ക് ഇൻ വെബ്സൈറ്റ്സ് ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ യൂസർ നെയിം, അഡ്മിൻ, ഓക്കെ, അവരുടെ പാസ്വേഡ് ഇതല്ല അവരുടെ പാസ്വേഡ്. ഈ പാസ്വേഡിനെ ഹാഷ് ചെയ്യും. ഓക്കെ, അത് ഒരു ടൈപ്പ് ഓഫ് എൻക്രിപ്ഷനാണ്. ഓക്കെ, എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ പാസ്വേഡ് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് ഡേഞ്ചർ ആയതുകൊണ്ട് ആ പാസ്വേഡിനെ എന്ത് ചെയ്യും, വേറെ രീതിയിൽ വേറൊരു സ്ട്രിങ്ങിലേക്ക് വേറൊരു ടെക്സ്റ്റിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനാണ് ഹാഷിംഗ് എന്ന് പറയാം. എന്താണ് ഹാഷിംഗ് എന്ന് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഏത് മെയിൽ ഐ ഡി ആണ് ഉപയോഗിച്ചത് എന്നൊക്കെ ഇതൊരു എക്സാമ്പിളാണ്, ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ടു ഗിവ് യു എ വീക്ക് അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പം അമൻ അബ്ദുറഹ്മാൻ, അമ്മൻ്റെ ഫോളോവേഴ്സ് കൗണ്ട്, അമ്മൻ ഫോളോവിങ് കൗണ്ട്, അമ്മൻ ആരൊക്കെയാണ് അമ്മന് ലൈക്ക് ചെയ്ത പോസ്റ്റുകളുടെ ലിസ്റ്റ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോളത്തിൽ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയ റോസിലും കോളത്തിലായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ വലിയൊരു നമ്മൾ ഡ്രസ്സ് അലക്കിയിട്ട് കൊട്ടയിലിടുന്ന പോലെയല്ല. ഓക്കെ, ഇറ്റ്സ് സ്റ്റോർഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഈച്ച് റോ ഇസ് വൺ യൂസർ, ഈച്ച് കോളം വൺ പീസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദറ്റ് യൂസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ റോവും ഒരു യൂസറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ കോളമും ആ യൂസറിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ്. എ വെബ്സൈറ്റ് മേ ഹാവ് മെനി ടേബിൾസ്, യൂസേഴ്സ്, പ്രോഡക്ട്സ്, ഓർഡേഴ്സ്, മെസ്സേജസ്, ഓൾ ഓർഗനൈസ് ദ സെയിം വേ. അപ്പോൾ ഒരു ടേബിൾ മാത്രമല്ല, ഇപ്പോൾ ഒരു ടേബിൾ യൂസർ നെയിംസ് ആണെങ്കിൽ മറ്റേ ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പോലെ, ഇപ്പം ഒരു ഉദാഹരണം പറയുന്നതാണെങ്കിൽ ആമസോണിൻ്റെ ഒരു ടേബിൾ എന്ന് വെച്ചാൽ അവർക്കുള്ള എല്ലാ പ്രൊഡക്ട്സും ആയിരിക്കും. വേറെ ടേബിൾ എന്ന് വെച്ചാൽ അവരുടെ സ്റ്റോറുകൾ, ആമസോണിൻ്റെ ഓരോ സ്റ്റോറുകൾ ഏതൊക്കെ സ്ഥലത്തുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഓർഡേഴ്സിൻ്റെ ലിസ്റ്റ് ആയിരിക്കും വേറെ ടേബിൾ. അപ്പം വ്യത്യസ്ത ടേബിളുകൾ ഒരു കമ്പനിക്ക് ഉണ്ടാവും. ഓക്കെ, പക്ഷേ എല്ലാം സേവ് ചെയ്യുന്നത് ടേബിളായിട്ടാണ്. ഓൾറൈറ്റ്, വെൻ യു ലോഗിൻ, ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ വെൻ യു ലോഗിൻ ദ സെർവർ ഗോസ് ടു ദ യൂസേഴ്സ് ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് സെർവർ ചെയ്യുക? സെർവർ നിങ്ങളെ യൂസർ നെയിം എടുക്കും. ഓക്കെ, എന്നിട്ട് യൂസേഴ്സിൻ്റെ ടേബിളിൽ പോകും. എന്നിട്ട് നിങ്ങളെ യൂസർ നെയിം ആ യൂസേഴ്സിൽ ഉണ്ടോ നോക്കും. അതുണ്ടെങ്കിൽ നിങ്ങളെ പാസ്വേഡ്സിൻ്റെ കോളമിൽ എന്ത് ചെയ്യും? നിങ്ങൾ അടിച്ച പാസ്വേഡ് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ കയറും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, സിമ്പിൾ ലോജിക്. ഓൾറൈറ്റ്, ലെറ്റ്സ് ഗോ. നൗ വാട്ട് ഈസ് SQL? എന്താണ് SQL? ഓക്കെ, SQL എന്ന് വെച്ചാൽ നൗ ഐ ഷോ യു വീഡിയോ. ഓക്കെ, ആ വീഡിയോ എന്താണെന്ന് SQL ഇഞ്ചക്ഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വിൽ കം ബാക്ക്. ഓൾറൈറ്റ്, ഈ വീഡിയോയിൽ SQL ഇഞ്ചക്ഷനെ പറ്റിയും പറയുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ഗോ ദിയർ. ലെറ്റ്സ് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം മാത്രം. ഓക്കെ, അപ്പം ഇതൊരു വെയർ ഹൗസ് ആണ്. ഓക്കെ, ആമസോണിൻ്റെ വെയർ ഹൗസ് ആണെന്ന് കൂട്ടിക്കോ. അതിനുള്ളിലേക്ക് പോകുമ്പോൾ അതിന് വ്യത്യസ്ത യൂസേഴ്സ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, മൂന്ന് എന്തുണ്ട്, ടേബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നിലേക്ക് പോകും. യൂസേഴ്സിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഓക്കെ, യൂസേഴ്സിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അതെങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ID ഉണ്ട്, യൂസർ നെയിം ഉണ്ട്, ഒരു പാസ്വേഡ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്. എവറി വെബ്സൈറ്റ് സ്റ്റോർസ് ഇറ്റ്സ് ഡേറ്റ ഹിയർ. ഓക്കെ, ഇറ്റ്സ് കോൾഡ് എ ഡേറ്റാബേസ്. ഓൾറൈറ്റ്, ഇതാണ് ഡേറ്റാബേസ്. ഇനി ഈ ഡേറ്റാബേസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുക?
ഓക്കെ. നമ്മൾ ഡേറ്റാബേസ് ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കുക, ഓക്കെ, എങ്ങനെയാണ് സംസാരിക്കുക. നൗ ലുക്ക്, ഓക്കെ, ഇതാണ് ഡേറ്റാബേസിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാലി ലിനക്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്, കാലി ലിനക്സിൽ നമുക്ക് ബാക്കോട്ട് പോകണമെങ്കിൽ CD എന്ന് പറയണം. നമ്മൾ കാലി ലിനക്സിനോട് കാലി ബാക്കോട്ട് പോ എന്ന് പറയുന്നില്ല. അതുപോലെ നമ്മൾ ഈ ടേബിൾസ്, ഡാറ്റാബേസിലെ ടേബിളുകളില്ലേ, അതായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക, അവിടെ ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് ഏത് ഭാഷയാണ് ഉപയോഗിക്കുക, ഓക്കെ, അതെങ്ങനെയാണ്. ഓക്കെ സെലക്ട്, പിന്നെന്താണ് ഇതിൻ്റെ അർത്ഥം, ഇങ്ങനെയാണ് ഗെറ്റ് ഡേറ്റ, സെലക്ട് എന്ന് വെച്ചാൽ ഡേറ്റ, സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാം, ഫ്രം യൂസേഴ്സ്. ഓക്കെ, ദിസ് ഇസ് SQL, ദ ലാംഗ്വേജ് യൂസ് ടു ടോക്ക് ടു ഒന്ന് ബാക്കോട്ട് പോവാം. The language used to talk to a database. All right, okay, now okay, that's enough. Okay, now back. Okay, അപ്പം the language you use to talk to a database. Now you say what a database is, but now you know what a database is, but how do you actually communicate with it? ഓക്കെ, അപ്പം ഈ യൂസറിനെ കൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡേഴ്സൊക്കെ കാണിച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ SQL എന്ന് പറയുന്നത്. നേരത്തെ കണ്ട് ആ SQL എങ്ങനെയാണ്, ഇത് ഓരോ ക്വയറിയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ, പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാം, എല്ലാവരുടെയും, everyone എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വലിച്ചുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന രീതി, അതായിട്ട് ഡാറ്റാബേസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഷേൻ്റെ പേരാണ് SQL എന്ന് പറയുന്നത്. SQL എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, സ്ട്രക്ചർഡ് ക്വയറി ലാംഗ്വേജ്. ഓക്കെ, SQL is the language used to ask questions and give instructions to a database. ഓക്കെ, അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ആഡ് ചെയ്യുക, പുതിയൊരു ഡാറ്റ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള ഡാറ്റ എഡിറ്റ് ചെയ്യാൻ, ഇനി അതെല്ലാം മൊത്തം ഡിലീറ്റ് ചെയ്യാൻ ഒക്കെ നമുക്കിത് പറ്റും. ഇറ്റ്സ് ലൈക്ക് പ്ലെയിൻ ഇംഗ്ലീഷ്. even without any programming language you can read SQL query and roughly understand what it's doing. Okay, നമ്മൾ മറ്റിപ്പോൾ C പോലെ C++ പോലെ ഒന്നുമല്ല, ഇത് കണ്ടാൽ ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് സെലക്ട്, ഇതൊക്കെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് തന്നെയാണ് വാക്ക്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് ഈ ക്വയറി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. എനിവേസ്, okay, I'm sorry for bombarding you with a lot of theory, but then we need this before we jump into SQL injection. All right, okay, അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ സാധാ ഭാഷ പറയുന്നതാണ്, മോനെ ടേബിളിൽ പോ. ഓക്കെ, എല്ലാ റോയിലുള്ള ആളുകളെയും, സ്റ്റാർ എന്ന് വെച്ചാൽ എവറിത്തിങ്. ഓക്കെ, ഫ്രം എവറി സിംഗിൾ റോ. ഓക്കെ, സെലക്ട് എന്ന് വെച്ചാൽ ദ ആക്ഷൻ ഐ വോണ്ട് ടു റിട്രീവ് ഡേറ്റ, എനിക്ക് ഡാറ്റ കിട്ടണം. ഓക്കെ, സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാ കോളംസ്, അത് നമ്മൾ ഡിലീറ്റ് സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാം ഡിലീറ്റ് ചെയ്യും. സെലക്ട് സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാം സെലക്ട് ചെയ്യും. ഓക്കെ, ഫ്രം യൂസേഴ്സ്, ഈ യൂസേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടില്ലേ, വ്യത്യസ്ത ടേബിളുകൾ ഉണ്ടാവും. അപ്പോൾ ഫ്രം എന്താണോ, ഏത് ടേബിളിൽ നിന്നാണോ നമുക്ക് സാധനം വലിക്കേണ്ടതാണ്, അതാണ് ഫ്രമിന് ശേഷം കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ സെമി കോളൻ എന്ന് വെച്ചാൽ നമ്മളെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇറ്റ്സ് എ ഫുൾ സ്റ്റോപ്പാണ്. ഓക്കെ, ഇനി ഒരു സ്പെസിഫിക് യൂസറിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് സാധനം വലിക്കേണ്ടെങ്കിൽ സെയിം സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് വേർ അവർ കണ്ടീഷൻ കൊടുക്കുകയാണ്, യൂസർ നെയിം അഡ്മിൻ. അപ്പം അഡ്മിന് എന്നുള്ള യൂസർ നെയിമുള്ള സ്ഥലത്തുള്ള ആളിൻ്റെ മാത്രം ഡീറ്റെയിൽസ് വെച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടില്ല അല്ലേ. ഓക്കെ, യൂസറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടും. അപ്പോൾ നമ്മൾ മേലത്തെ ടേബിളിൽ പോയാൽ ഇവിടെ ഇപ്പോൾ അഡ്മിൻ്റെ മാത്രമാണ് നമ്മൾ വേണ്ടെങ്കിൽ ഈ കോളം മാത്രം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ റോ മാത്രം കിട്ടും. Okay, again I'm sorry for bombarding you with theory, but please wait with me. Okay, please bear with me. Okay, അപ്പോൾ now what the login form actually runs behind the screens. Okay, when you type, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് യൂസർ നെയിമും പാസ്വേഡ് അടിക്കും, എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ യൂസർ നെയിം അടിക്കും ആൻഡ് പാസ്വേഡ്, when you click login. Okay, എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോളെ. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്, എല്ലാ യൂസേഴ്സിൻ്റെ, ഓക്കെ, സെലക്ട് സ്റ്റാർ എന്ന് വെച്ചാൽ എല്ലാം സെലക്ട് ചെയ്യുക. ഫ്രം യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അതിനോട് പറയുകയാണേ, പക്ഷേ എല്ലാവരെയും സെലക്ട് ചെയ്യണോ, സെലക്ട് ചെയ്യണ്ട. അവിടെ എന്താണ്, അവിടെ കണ്ടീഷൻ ഉണ്ട്, വേർ യൂസർ നെയിം എന്ന് വെച്ചാൽ എന്താണ്, അഡ്മിനാണ്, യൂസർ നെയിം അഡ്മിന് ആയിരിക്കണം. പിന്നെ ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്നത് മൈ പാസ്വേഡും, അതായത് അഡ്മിനും നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡും, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ആ ഡീറ്റെയിൽ മാത്രം, അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഫെച്ച് ചെയ്യാം. എവിടുന്ന് ഫെച്ച് ചെയ്യാം, യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് ഫെച്ച് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നതാണെങ്കിൽ ഫൈൻഡ് മീ ദ യൂസർ where യൂസർ നെയിം is admin and password is my password. If found, let them in. Okay, notice your username and password are dropped directly into that SQL sentence. The server takes whatever you typed and inserts it. This is the root cause of SQL injection. അതായത് ഇവിടെ ഈ അഡ്മിനും മൈ പാസ്വേഡ് എന്നുള്ള സ്ഥലമില്ലേ, അവിടെ എന്താണോ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂസർ നെയിമിൻ്റെ സ്ഥലത്ത് അടിക്കുന്നത്, അത് ഈ അഡ്മിൻ എന്ന സ്ഥലത്ത് അവർ റീപ്ലേസ് ചെയ്യും. പാസ്വേഡ് എന്താണോ നിങ്ങൾ അടിക്കുന്നത്, അത് ഈ മൈ പാസ്വേഡ് എന്നുള്ള സ്ഥലത്ത് അത് റീപ്ലേസ് ചെയ്യും.
ഓക്കെ. എന്നിട്ട് അതാണ് പോയി സെർച്ച് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് ഈ ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SQL ഇഞ്ചക്ഷനിലേക്ക് നമ്മൾ ഈ ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദിസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് SQL ഇഞ്ചക്ഷൻ. അഗൈൻ ബെയർ വിത്ത് മീ പ്ലീസ്. നമ്മളിപ്പോൾ അത് പ്രാക്ടിക്കലി ചെയ്യും. അതിന് മുമ്പ് പ്ലീസ് കുറച്ചൊരു തിയറി അറിഞ്ഞാലേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്ഷൻ 4 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. ഓക്കെ, എന്താണ് സെക്ഷൻ 4? ദ ബ്രോക്കൺ സെൻറ്റൻസ്, ദ ഹാർട്ട് ഓഫ് SQL ഇഞ്ചക്ഷൻ. ഓൾ റൈറ്റ്, ശ്രദ്ധിച്ചോ. നിങ്ങളൊരു ബാങ്കിൽ വർക്ക് ചെയ്യാം. ഓക്കെ, ഈ എക്സാമ്പിൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു ബാങ്കിൽ വർക്ക് ചെയ്യാം. ആ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ പണിയെന്ന് വെച്ചാൽ മുമ്പിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 2 പേപ്പർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പേപ്പർ ഓൾറെഡി ബാങ്കിങ്ങൊക്കെ പ്രൊവൈഡ് ചെയ്തത്, അതെപ്പോഴും ആ പേപ്പർ സെയിം തന്നെ ആയിരിക്കും. ആ പേപ്പറിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലീസ് ഷോ ദി അക്കൗണ്ട് ബാലൻസ് ഫോർ ദ കസ്റ്റമർ ഹൂസ് നെയിം ഇസ് വരെയാണ് ആ ബാങ്കിൻ്റെ പേപ്പർ. പിന്നെയുള്ള മറ്റേ പേപ്പർ കസ്റ്റമേഴ്സ് ഇങ്ങനെ കത്തയക്കും അവരുടെ പേര്. ഇപ്പോൾ ഉദാഹരണത്തിന് അമൻ, അല്ലെങ്കിൽ ഇപ്പം ബാസിം, അല്ലെങ്കിൽ റിഷ. അപ്പം അവരുടെ കസ്റ്റമേഴ്സ് അവരുടെ പേര് അയക്കും. ഓക്കെ, ആ പേരെടുത്തിട്ട് ഈ ആദ്യത്തെ പേപ്പറായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ അത് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഓക്കെ, സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഇടലാണ് പണി. അപ്പം സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പം എന്താണ് വരിക, പ്ലീസ് ഷോ ദി അക്കൗണ്ട് ബാലൻസ് ഫോർ ദ കസ്റ്റമർ ഹൂസ് നെയിം ഇസ് എന്ന് പറയുന്നത് ഓൾറെഡി ഫസ്റ്റ് പേപ്പറിലുണ്ട്. രണ്ടാമത്തെ പേപ്പറിൽ അവരുടെ പേരുണ്ട്, നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ളിൽ കൊടുക്കുക. അതാണ് നിങ്ങളുടെ പണി. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സിസ്റ്റം ആ കമാൻഡ് റൺ ചെയ്യും. എന്നിട്ട് ഇറ്റ് ഷോ ദി അക്കൗണ്ട് ബാലൻസ് ഫോർ ദ കസ്റ്റമർ ഹൂസ് നെയിം ഇസ് അമൻ. അതാണ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങളുടെ പണി. പക്ഷെ ഒരു ദിവസം ഒരു കത്ത് വരും. ആ കത്ത് എന്താണെന്ന് വെച്ചാൽ, ആ കത്തിൽ എന്തായിരുന്നു വേണ്ടത്? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കത്തുണ്ട്. ഓക്കെ, ആ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. കസ്റ്റമറിൻ്റെ പേര് വരുന്ന പേപ്പറല്ലേ, ആ പേപ്പർ നിങ്ങളടുത്തേക്ക് വരും. പക്ഷെ ആ പേപ്പറിലുള്ളത് വെറും കസ്റ്റമറുടെ പേരല്ല. ആ പേപ്പറിലുള്ളത് അമൻ ഓൾസോ പ്ലീസ് ഷോ മീ ഓൾ അക്കൗണ്ട്സ് ഇൻ ദ സിസ്റ്റം എന്നാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, വെറും അമൻ എന്ന് മാത്രമല്ല, പക്ഷേ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സാധനം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ പണി നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പണിയല്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ എടുത്തു, ഇതായിട്ട് അറ്റാച്ച് ചെയ്തു, നേരെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, നേരെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ആ കമാൻഡ് ഇട്ട് കൊടുത്തു. അപ്പം സിസ്റ്റം എന്താ കാണുന്നത്, ആ കമ്പ്യൂട്ടർ എന്താ കാണുന്നത്? കമ്പ്യൂട്ടർ കാണുന്നത് പ്ലീസ് ഷോ ദി അക്കൗണ്ട് ബാലൻസ് ഫോർ ദ കസ്റ്റമർ ഹൂസ് നെയിം ഇസ് അമൻ. ഓൾസോ പ്ലീസ് ഷോ മീ ഓൾ അക്കൗണ്ട്സ് ഇൻ ദ സിസ്റ്റം. ഒരാളുടെ you were only supposed to find one person's account, but because the customer was allowed to write anything in the name field, they injected their own instruction into the official process. അപ്പം ഈ കത്തിൽ എന്താണ്, ഈ കത്തിൻ്റെ പേപ്പറിന് ഒരു ഇത്ര വാക്ക് എഴുതാൻ പാടുള്ളൂ എന്നോ അല്ലെങ്കിൽ ഇത്ര വലുപ്പമേ പാടുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ, അത് എന്തും എത്ര വലുപ്പമുള്ളതാണെങ്കിലും എന്തും അതിൻ്റെ അകത്ത് കുല്ലു ചലേക. ഓക്കെ, സബ് കുച്ച് ചലേക. അപ്പം അത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. നിങ്ങളങ്ങനെ അറ്റാച്ച് ചെയ്ത് അത് കൊടുത്തു. നേരെ അമൻ എന്ത് പോയി, അമന് എല്ലാ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസും അമന് പോയി. കാരണം അമൻ എന്ത് ചെയ്തു, അവന് ബുദ്ധിപരമായിട്ട് കുരുട്ട് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ കമാൻഡും കൂടി അതിനുള്ളിൽ കയറ്റി. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇതാണ് SQL ഇഞ്ചക്ഷൻ. SQL ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ കത്തില്ലേ, ഏത് കസ്റ്റമറുടെ പേര് മാത്രം എഴുതേണ്ട കത്തായിരുന്നു. പക്ഷെ ആ കത്തിൽ ഞാൻ എന്തോ എഴുതി, ഞാനൊരു കമാൻഡും കൂടി കുത്തിക്കയറ്റി. ദിസ് ഇസ് SQL ഇഞ്ചക്ഷൻ. ഓക്കെ, ഇവിടെ ഓൾസോ നമ്മൾ എഴുതിയില്ലേ, ഓൾസോ ഇതും കൂടി ചെയ്യുക എന്ന് പറയുന്നതിനാണ് നമ്മൾ SQL ടെക്നിക്കലി വരുമ്പോൾ. അതായത് നമ്മൾ ഇനി കമ്മിങ് ബാക്ക് ടു കമ്പ്യൂട്ടറിനോട് നമ്മളതെങ്ങനെയാണ് ചെയ്യുക, ഒരു അപ്പോസ്ട്രോഫി ഇടലാണ്. ഓക്കെ, ഇവിടെ ഹൗ ദി അപ്പോസ്ട്രോഫി ഡസ് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, നേരത്തെ നമ്മൾ കഥയിൽ ഓൾസോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഓൾസോ എന്ന് പറഞ്ഞിട്ട് കമാൻഡ് കൊടുത്തില്ല. അതുപോലെ SQL ഇഞ്ചക്ഷനിൽ നമ്മൾ റിയൽ ലൈഫ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക, ഡാറ്റാബേസിനോട് സംസാരിക്കുമ്പോൾ ഇനി ഇതും കൂടി ചെയ്യണേ എന്ന് പറയുമ്പോൾ അത് തുടങ്ങുക എന്താണ്, ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ്. നൗ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓൾ റൈറ്റ്. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ബാക്ക് എൻഡിലുള്ള എഞ്ചിനീയർ ആണെന്ന് വെച്ചോ. ഓക്കെ, നിങ്ങളുടെ പണി എന്ന് വെച്ചാൽ ലോഗിൻ പേജ്, ഇതാണ് നിങ്ങളുടെ പണി. ലോഗിൻ പേജ് നിങ്ങൾ കോൺഫിഗർ ചെയ്യണം. ലോഗിൻ പേജ് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ്, എല്ലാ യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ മൊത്തം സെലക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ മൊത്തം സെലക്ട് ചെയ്യേണ്ട, ആരുടെ ഡീറ്റെയിൽസ് മാത്രം നോക്കിയാൽ മതി. കണ്ടീഷൻ എന്താണ്, വേർ യൂസർ നെയിം അഡ്മിൻ ആയിരിക്കണം. ഓക്കെ, അതായത് ഈ അഡ്മിൻ്റെ സ്ഥലത്താണ്. ഇപ്പം എളുപ്പം പറഞ്ഞു തരാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതുണ്ട് എന്ന് വെച്ചോ. ഓക്കെ, നിങ്ങളുടെ ലോഗിൻ പേജ് ഉണ്ട്. അപ്പോൾ ഈ ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡ് ഉണ്ട്. ഇപ്പോൾ ഈ യൂസർ നെയിമിൽ നിങ്ങൾ അടിക്കുന്ന സാധനം ഇവിടെ അഡ്മിൻ എന്ന് പറയുന്ന സ്ഥലത്ത് റീപ്ലേസ് ആവും. ഓക്കെ, നിങ്ങൾ പാസ്വേഡ് അടിക്കുന്ന സ്ഥലം എന്ത് ചെയ്യും, അതിവിടെ കൊടുക്കും.
ഈ രണ്ടും ഇത് ആൻഡ് കണ്ടീഷനാണ്. അതായത് യൂസർ നെയിം ഇൻസ്റ്റഗ്രാമിലുള്ള യൂസർ നെയിം ആയിരിക്കണം, ആൻഡ് ആ യൂസർ നെയിമിൻ്റെ കോളത്തിലുള്ള പാസ്വേഡ് ഇതേ യൂസർ നെയിമിൻ്റെ ആണെങ്കിൽ ഉള്ളിൽ കയറ്റുക. അതാണ് നിങ്ങളുടെ പണി. ഓക്കെ, അതങ്ങനെയാണ് നിങ്ങളിത് സാധനം സെറ്റ് ചെയ്തത്. പക്ഷേ ഒരാൾ വന്നു, അയാൾ വന്നിട്ട് എന്ത് ചെയ്തു, അവൻ ടൈപ്പ് ചെയ്ത് വെറും അവൻ്റെ യൂസർ നെയിം അഡ്മിൻ ആണെന്ന് വെച്ചു. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് അഡ്മിനും കൊടുക്കണം, പാസ്വേഡിൻ്റെ സൈഡിലും അവന് ഇതായണം. പക്ഷെ അവന് അഡ്മിൻ്റെ സ്ഥലത്ത് അഡ്മിൻ എഴുതി, പിന്നെ അവൻ ഇങ്ങനൊരു അപ്പോസ്ട്രഫി കൊടുത്തിട്ട് 2 വരയിട്ട്. ഓക്കെ, അപ്പം ഈ സെർവർ എന്താണ് ഇനി എന്ത് ചെയ്യും, സെർവർ ഈ സ്ഥലത്ത് യൂസർ നെയിമിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യും, ഈ സാധനം വെക്കും. പക്ഷേ ഈ സാധനം അവന് അടിച്ചെന്താണ്, വെറും അവൻ്റെ യൂസർ നെയിമല്ല അടിച്ച, യൂസർ നെയിമിന് ശേഷം ഒരു അപ്പോസ്ട്രഫിയും 2 ഹൈഫണും ഇട്ടിന്. അപ്പം സെർവർ എന്ത് ചെയ്യും, സെർവർ ഇവിടെ ഈ യൂസർ നെയിമിന് ശേഷം ഇത് കൊടുക്കും. ഇത് കൊടുക്കുന്നതിലൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ സാധനം കംപ്ലീറ്റ്ലി ഇഗ്നോറായി. നിങ്ങൾ സെറ്റ്, അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബാക്ക് എൻഡിൽ ഈ സെറ്റ് ചെയ്ത സാധനം കംപ്ലീറ്റ്ലി സിസ്റ്റം ഇഗ്നോർ ചെയ്തു. കാരണം അഡ്മിൻ നോർമൽ യൂസർ നെയിം സ്റ്റാർട്ട്സ് ഫൈൻ. ഓക്കെ, സാധാരണ യൂസർ നെയിം തന്നെയാണ് കൊടുത്തത്. പക്ഷേ ഈ അപ്പോസ്ട്രഫി ഇടുന്നതിലോട് കൂടെ എന്ത് സംഭവിച്ചത്, ക്ലോസസ് ദ സ്ട്രിങ് ഏർലി ദി യൂസർ നെയിം വാല്യൂ ആൻഡ് ഷിയർ യു ഹാവ് നൗ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ഫീൽഡ്. അതായത് അപ്പോസ്ട്രഫി ഇടുന്നതിലോട് കൂടെ നമ്മൾ എന്ത് പറഞ്ഞു, ഓക്കെ യൂസർ നെയിം എൻ്റർ ചെയ്തു മതി. പിന്നെ നമ്മൾ ഈ 2 ഇതും കൂടി ഇടുന്നതോടുകൂടെ SQL എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 ഇട്ടാൽ, ഓക്കെ SQL എന്ത് കമാൻഡിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ കുറേ ടൈപ്പ് ചെയ്തു, പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ ഈ 2 ഐഫണും ഇട്ടാൽ ബാക്കിയുള്ളതൊക്കെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, ഇങ്ങനെ ഇപ്പം ഈ യൂസർ നെയിമിന് ശേഷം വന്ന ഈ സ്ഥലത്ത് നമ്മൾ യൂസർ നെയിമിന് ശേഷം 2 ഹൈഫണും ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു, അതിന് ശേഷം വന്ന കണ്ടീഷനൊക്കെ ഇഗ്നോർ ചെയ്യപ്പെട്ടു. അപ്പം വെറും അഡ്മിൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് ഇല്ലാണ്ട് നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റി. എങ്ങനെ, ഒരൊറ്റ അപ്പോസ്ട്രഫിയും 2 ഹൈഫോൺ ഇടുന്നതോടുകൂടെ. ഇതാണ് SQL ഇഞ്ചക്ഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പേപ്പറിലെ ആ പേപ്പറിൽ എന്തും ഉള്ളിൽ കയറ്റാൻ പറ്റുന്ന എന്ത് കമാൻഡും, വെറും പേര് മാത്രമല്ല, പക്ഷെ പേരിൻ്റെ കൂടെ എനിക്ക് എന്ത് കമാൻഡും കുത്തിത്തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ അതിനെ സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ മെഷീൻ എന്ത് ചെയ്യും, SQL ഇഞ്ചക്ഷൻ്റെ അടിമയാകാം, അല്ല വിക്ടമാവും. ഓക്കെ, നൗ ഹോപ്പ് ദാറ്റ് വാസ് ക്ലിയർ. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഇന്നലെ ചെയ്ത ഫസ്റ്റ് ട്രിക്ക്, ഓക്കെ, the 1 is equals to 1 trick, why everything gets returned. Now let's break down first payload we ran yesterday. Alright, അപ്പോൾ okay, 1 is equals to 1. okay, ഇത് നമ്മൾ മുമ്പത്തെ സെഷൻ നമ്മളിത് ചെയ്തതാണ്. okay, let's understand what this is. okay, see, let me show you my face too. Alright, okay, see, ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഓക്കെ, യൂസർ ID 1 ആണെങ്കിൽ എല്ലാ സാധനവും നിങ്ങൾ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 1 ഈക്വൽ ആണെങ്കിലും കൊണ്ടുപോവാ. ഓക്കെ, what does that mean? What that means is 1, ഈ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും. 1 എപ്പോഴും 1 ഈക്വൽ ആണല്ലോ. ഓക്കെ, അപ്പം ഇത് നമ്മൾ അതിനെ പറ്റിക്കാൻ വേണ്ടി ഇടുന്നൊരു സാധനമാണ്. നമ്മൾ പറയാണ്, ഉദാഹരണം പറയാണ്, ഒരു കുട്ടീനോട് പറയാണ്, നമുക്ക് നാളെ ഇനി മഴ ഉണ്ടെങ്കിലും സ്കൂളിൽ പോകണം, മഴ ഇല്ലെങ്കിലും സ്കൂളിൽ പോകണം. ഓക്കെ, അത് എന്തായാലും സ്കൂളിൽ പോകണം. ഓക്കെ, അതുപോലെ ഇവിടെ 1 ആണെങ്കിൽ, യൂസർ 1 ആണെങ്കിൽ എല്ലാം വലിക്കുക. ഇനി ഓർ 1 is equals to 1 ആണെങ്കിലും മൊത്തം വലിക്കുക. കുറച്ചുകൂടി ആക്യുറേറ്റ് എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, നാളെ മഴ ഉണ്ടെങ്കിലും സ്കൂളിൽ പോകണം, നാളെ ഇഞ്ച പേര് ഫാത്തിമ എന്നാണെങ്കിലും സ്കൂളിൽ പോകണം. നാളെ എന്തായാലും കുട്ടീൻ്റെ പേര് ഫാത്തിമയാണ്, അത് ഓൾവേസ് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഓർ കൊടുക്കും, എന്നിട്ട് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ബിക്കോസ് ഓഫ് ഓർ 1 is equals to 1 the where filter is meaningless. അത് മീനിങ്ലെസ് ആയി. കാരണം ഇതല്ലെങ്കിൽ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള നമ്മളൊരു കാര്യം കൊടുത്തു, എവറി യൂസർ പാസസ് ഓൾ ഡാറ്റ റിട്ടേൺ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ കാലി ലിനക്സിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. ഓക്കെ, ലെറ്റ് മീ ഷോ യു ദ കാലി സ്ക്രീൻ. ഓൾറൈറ്റ്, ഇപ്പം നമ്മളുള്ളത് കാലി ലിനക്സിലാണ്. ഓക്കെ, അപ്പോൾ കാലി ലിനക്സിൽ നമ്മൾ DVWA അതിൻ്റെ സെറ്റിംഗ് അപ്പെല്ലാം കഴിഞ്ഞ സെഷൻ നമ്മൾ ഓൾറെഡി ചെയ്യുന്നു. സോ ലെറ്റ് മീ നോട്ട് ബോ യു ഗൈസ് വിത്ത് ദാറ്റ് അഗൈൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫസ്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട DVWA സെക്യൂരിറ്റിയിൽ പോവാം. ഇത് ലോ ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ്, നിങ്ങൾ കാണുന്നില്ല അല്ലേ, ഇവിടെ ഇത് ലോ ആണെന്ന് ഉറപ്പുവരുത്തുക. കാരണം
ഇത് ഹൈ ആകുന്നതിനനുസരിച്ചിട്ട് ഹാക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കൂടും. ഓക്കെ, നമ്മൾ കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിന് ഡിഫിക്കൽട്ടി കൊണ്ടുവരാം. ഇപ്പം സോറി, നമ്മളിപ്പോൾ ലോയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ലെറ്റ്സ് ഗോ ടു റൈറ്റ്. ഞാൻ എന്നെ ഇങ്ങോട്ട് മാറ്റിയാൽ കാര്യങ്ങൾ എളുപ്പമാവും. ഐ മൂവ് മൈ സെൽഫ് ഓവർ ഹിയർ, കുറച്ചുകൂടി ചെറുതാക്കാം. ഓൾറൈറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ SQL ഇഞ്ചക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ യൂസർ ID 1 എന്ന് കൊടുക്കുമ്പോൾ എന്താ വരേണ്ടത്, 1 എന്ന് കൊടുക്കുമ്പോൾ 1. ഓക്കെ, ഫസ്റ്റ് നെയിം എന്താണ്, സെക്കൻഡ് നെയിം എന്താണ്, ഇതാണ് വരേണ്ടത്. ഓക്കെ, ബട്ട് ദെൻ ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ്, ഓക്കെ, നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ നേരത്തെ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ട ആ കമാൻഡ് കൊടുക്കും. ഓക്കെ, നമ്മൾ എന്തായിരുന്നു ഹാൻഡ് ബുക്കിൽ കണ്ടത്. ലെറ്റ്സ് ഗോ ബാക്ക് ടു എ ഹാൻഡ് ബുക്ക്. ഓക്കെ, നമ്മൾ ഹാൻഡ് ബുക്കിൽ പോകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, 1 ഇത് ഇടുന്നതോടുകൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ മൊത്തം അതവിടെ എൻഡായി. ഓർ 1:1. നമുക്ക് നോക്കാം ഇതിങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഓക്കെ, നമ്മളെന്താ കൊടുക്കുക, 1 അപ്പോസ്ട്രോഫി കൊടുത്തതോടുകൂടെ എന്ത് സംഭവിച്ചു, ഇനി ബാക്കി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കമാൻഡാണ്. ഏതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല, അമൻ എൻ്റർ നെയിം അമൻ ഫുൾ സ്റ്റോപ്പ്. ഇനി ഓൾസോ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാം. അതാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. 1 ഓർ ക്യാപിറ്റലാണ്, ഓർ 1 ഈസ് ഈക്വൽസ് ടു 1. ഓക്കെ, ഇത് കൊടുക്കുന്നതോടുകൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആ യൂസർ ടേബിളിലുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് കിട്ടി. ദിസ് വാസ് നോട്ട് സപ്പോസ് ടു ഹാപ്പൻ. നേരത്തെ പറഞ്ഞ അനാലജി തന്നെ വെക്കുക. നിങ്ങൾ ഈ പേപ്പറില്ലേ, വെറും പേര് മാത്രം എൻ്റർ ചെയ്യേണ്ട പേപ്പറിൽ നമുക്ക് ഉള്ളിൽ കമാൻഡ് കൂടി കുത്തി കയറ്റാനുള്ള അവസരം കിട്ടിയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, സോ നൗ ഇത് റിയൽ ലൈഫിൽ എവിടെയെങ്കിലും സംഭവിച്ചിക്കോ? ഇറ്റ്സ് ടു ഈസി റൈറ്റ്? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഹാക്ക് ചെയ്യുമോ? വെൽ യെസ്, ഇൻ ഫാക്ട് ഇത് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് വെബ് ആപ്ലിക്കേഷൻ അറ്റാക്കാണ്. വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ. ഓക്കെ, ഇത് കുഞ്ഞു കമ്പനികൾ മാത്രമല്ല ഇതിന് ഇരയായി വീഴുന്നത്. Let's go back to a handbook, all right, and okay, and this is a real story. Okay, 2012 117 മില്യൺ പാസ്വേഡ്സ്, ലിങ്ക്ഡിൻ്റെ 117 മില്യൺ പാസ്വേഡ്സ് എന്ത് ചെയ്തു, അത് it got stolen. How? It got compromised. The reality was far worse. 4 years later, in 2016, it emerged that attackers had stored 117 million user email and password combination. The passwords were hashed. Okay, blah 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 blah. The breach was caused by SQL injection. The attacker had found an input field on the LinkedIn's platform that was not properly sanitizing input, injected a query and extracted entire user base. അതായത് ലിങ്ക്ഡിൻ്റെ വെബ്സൈറ്റിൽ എവിടെയോ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിന് യൂസർ നെയിം പാസ്വേഡ് മാത്രമല്ലല്ലോ ഇൻപുട്ട് ഉണ്ടാവുക. ചിലപ്പം കമൻറ്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ എന്തായാലും കമൻറ്റ്സ് ഉണ്ടാവും, സെർച്ച് ബാർ ഉണ്ട്, പിന്നെ വേറെ എവിടെയാണ് ഇൻപുട്ട് ഉള്ളത്, മെസ്സേജസ് ഒരു ഇൻപുട്ടാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സെർവറിലേക്ക് ഇടുന്നല്ലേ. ഓക്കെ, നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുന്ന ഒരുപാട് ഫോംസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏതോ ഒന്ന് ആരെ കണ്ടുപിടിച്ചു, ആ ഹാക്കർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് SQL ഇൻജെക്ട് ചെയ്തിട്ട് അതെന്താ സംഭവിച്ചു നോക്ക്. ഇത് 1967 2012 കാര്യമാണ് പറയുന്നത്. അതായത് 14 വർഷം മുമ്പ്. ഓക്കെ, 1,17,00,000 പാസ്വേഡ്സ് പോയി ഇത് കാരണം, SQL ഇൻജെക്ഷൻ കാരണം. ഇസ് ദാറ്റ് ഓൾ? നോ. എൻ്റെ ഇതാണ്ടോ $12,00,000 സെറ്റിൽമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു ഇത് കാരണം, ഇഞ്ചക്ഷൻ കാരണം, SQL ഇഞ്ചക്ഷൻ കാരണം. ഓക്കെ, അതുപോലെ തന്നെ 2011 സോണി പിക്ചേഴ്സ്, ഓക്കെ, സോണി പിക്ചേഴ്സിനെ സെയിം SQL ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇതാക്കി. അവർക്ക് ഉണ്ടായ നഷ്ടം നോക്ക്, $605 മില്യൺ. അതായത് $60 കോടി മേലെ എന്ത് ചെയ്യേണ്ട വന്നു അവർക്ക് ഈ SQL ഇഞ്ചക്ഷൻ കാരണം പോയി. പിന്നെ വേറെ ഹാർട്ട് ലാൻഡ് പേയ്മെൻറ്റ് സിസ്റ്റംസ് അവർക്കും 130 മില്യൺ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തു പോയി. ഓക്കെ, മില്യൺ കാർഡ് നമ്പേഴ്സ്. ഇതെല്ലാം സംഭവിക്കുന്നത് SQL ഇഞ്ചക്ഷനാണ്. ഈ SQL ഇഞ്ചക്ഷൻ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ OWASP എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് 10 അറ്റാക്സ്. ഇപ്പം ഏതൊക്കെയാണ് ടോപ്പ് 10 അറ്റാക്സ് നമുക്ക് അറിയിച്ചിരുന്നത്? OWASP ടോപ്പ് 10 അറ്റാക്സ് നിങ്ങൾ അടിച്ചെങ്കിൽ കാണാൻ പറ്റും. അതിനകത്ത് ടോപ്പ് ലിസ്റ്റുകളിലുള്ള ഒന്നാണ് എന്ത്, SQL ഇഞ്ചക്ഷൻ. വെരി കോമൺ, വെരി കോമൺ. ഓക്കെ, അപ്പം അതാണ് നമ്മളിത് പഠിക്കുന്നത്. ഡു നോട്ട് തിങ്ക് ഇതെന്ത് പണ്ടപ്പോഴോ ഉള്ള ഇപ്പോൾ ഒന്നും നടക്കാത്ത ടൈപ്പ് അറ്റാക്കാണ്. നോ, ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് അറ്റാക്സ്. നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു DVWA. ഓക്കെ, വി ആർ ബാക്ക്. ഓക്കെ, അപ്പം നമുക്കൊന്നുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഒന്നുകൂടി ഓടിച്ച് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ,
യൂസർ ഐ ഡി ആണ്, നോർമൽ യൂസർ ഐ ഡി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഈ 1 ഇട്ടതോടുകൂടി അപ്പോസ്ട്രോഫി ഇട്ടതോടുകൂടി എന്ത് ചെയ്തു, അതിൻ്റെ ക്ലോസ് ടെക്സ്റ്റ് വാല്യൂ ക്ലോസ് ആയി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കമാൻഡാണ്. ഓക്കെ, ഈ കമാൻഡ് ഓർ എന്താണ് 1 = 1 എന്ന് കൊടുക്കുന്നതോടുകൂടി എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലുള്ള മൊത്തം യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് ക്വയറി ദാറ്റ് വി ഡിഡ്. അടുത്തതായി നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെയും ഈ പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എപ്പോഴും വേർഷൻ നമ്പർ നമുക്ക് അറിയുന്നത് ഭയങ്കര, ഒരു ഹാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഏത് വേർഷനാണെന്ന് അറിയുന്നത് ഭയങ്കര വലിയൊരു ഇൻഫർമേഷനാണ്. കാരണം ആ വേർഷൻ്റെ വൾണറബിലിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ വേർഷൻ, ഇത് ഏത് ഡാറ്റാബേസാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പം സാധാരണ യൂസർ ഐ ഡി എന്താ കൊടുക്കുക, 1 തന്നെ കൊടുക്കുക. ഇനി നമ്മൾ എന്ത് കൊടുക്കുമെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ യൂണിയൻ, I'll explain what this all means. Select 1. Okay, version. Okay, we'll go back to the PDF and let's see what this means. Okay, what this means, let's go back to the PDF. Okay, ഇതിനകത്ത് 1, നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന 1 എന്ന് വെച്ചാൽ വാലിഡ് യൂസർ ഐ ഡി. ഓക്കെ, ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഡാറ്റാബേസ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ അപ്പോസ്ട്രോഫി ഇടുന്നതോടുകൂടെ അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോസ്ട്രോഫി ക്ലോസസ് ദ ടെക്സ്റ്റ് വാല്യൂ, യു ആർ നൗ ഔട്ട്സൈഡ് ദ സ്ട്രിംഗ് ആൻഡ് ക്യാൻ റൈറ്റ് SQL. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞില്ല, അമൻ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഓൾസോ എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മളെ സാധനം ഇൻജെക്ട് ചെയ്യാം. ഓക്കെ, യൂണിയൻ, എന്താണ് യൂണിയൻ്റെ അർത്ഥം? നമ്മളിവിടെ യൂണിയൻ എന്ന് കൊടുത്തല്ലോ. SQL keyword meaning run the second query and add its result to the first. ഓക്കെ, നമ്മൾ ആദ്യത്തെ റിസൾട്ടും രണ്ടാമത്തെ റിസൾട്ടും രണ്ടും കൂടി ഒരുമിച്ച് തരാൻ അതിനോട് പറയാണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? select one version, your injected second query, select the number 1 placeholder and version function. അതായത് നമ്മൾ അതിനോട് പറയുന്നതൊന്നുമില്ല, വേർഷൻ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് ആ വേർഷൻ നിങ്ങൾ കൊണ്ടുപോകുക. ഓക്കെ, ഈ വേർഷൻ ഇങ്ങനെ കൊടുക്കുന്നതാണ് എന്ത്, SQLൻ്റെ built in MySQL function that returns the database name and version number. ഓക്കെ, വേർഷൻ നമ്പർ മനസ്സിലാവണം, വേർഷൻ ഇട്ടിട്ട് ക്ലോസ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കൊടുക്കുക. ഹാഷ്ടാഗ് എന്ന് വെച്ചാൽ കമൻറ്റ് ക്യാരക്ടർ ഇൻ MySQL എവറി ടൈം ആഫ്റ്റർ ദിസ് ഈസ് ഇഗ്നോർഡ്. അതായത് ഇതിന് ശേഷം വന്ന് എല്ലാ കാര്യങ്ങളും എന്താണോ ഉള്ളത് അത് മൈൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഫൺ ഇട്ട പോലെ തന്നെ അതിൻ്റെ വേറൊരു വേർഷനാണ് എന്ത്, നമ്മൾ അവിടെ ഹാഷ്ടാഗ് ഇടുന്നത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇഫ് യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് യു ക്യാൻ ഓൾവേസ് കം ബാക്ക് ആൻഡ് ആസ്ക് മീ. യു ആർ സപ്പോസ് ടു ആസ്ക് വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമ്മളുടെ കമ്മിങ് ബാക്ക് ടു ലിനക്സ്. ഓക്കെ, നമ്മളിവിടെ എന്താണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഏത് വേർഷനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവണം. ലെറ്റ്സ് സബ്മിറ്റ്. ഓൾ റൈറ്റ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നമുക്കിവിടെ ഡാറ്റാബേസ് വേർഷൻ കിട്ടി. ഓക്കെ, അപ്പം ഇത് റൺ ചെയ്യുന്നത് MariaDB എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ്. phase 1 ഡൺ. ഓക്കെ, ഇപ്പം നമുക്ക് ഏത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. അടുത്ത നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, വീഡിയോയിലേക്ക് തിരിച്ചു പോകുമ്പം ഓക്കെ, ഇതിൻ്റെ അകത്ത് ആദ്യം ഇപ്പോൾ ഇതൊരു കമ്പനിയാണെന്ന് വെച്ചോ. ഓക്കെ, ഇതൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയിൽ എന്തൊക്കെ എത്ര ടേബിൾസ് ഉണ്ട് എന്ന്, അപ്പോൾ ആമസോണാണ്, ആമസോണിൻ്റെ സെർവറിൻ്റെ ഉള്ളിൽ എത്ര ടേബിൾസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഏതുപോലെ തന്നെ ഇതിപ്പോൾ കാണിക്കും. ഓക്കെ, ആമസോണിൻ്റെ ഉള്ളിൽ യൂസേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഇവിടെ യൂസേഴ്സ് ഉണ്ടാകും, ഓർഡേഴ്സ് ഉണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും, അങ്ങനെ വ്യത്യസ്ത ടേബിൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ടേബിൾ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ഇപ്പം VMwareലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര ടേബിൾസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്, അതാണ് രണ്ടാമത്തെ ഇത് ക്വയറി, SQL ഇഞ്ചക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വിൽ ഗോ ബാക്ക് ടു ദ PDF. ഓക്കെ, നമ്മൾ PDF-ലേക്ക് തിരിച്ചു പോകുമ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. ഓക്കെ, വാട്ട് ടേബിൾസ് എക്സിസ്റ്റ്, you know the database software. Now you want to map of everything inside. What tables hold what data? MySQL has a hidden built-in database called information schema. That is basically a directory of every table in every database we query it. അതായത് എല്ലാ ടേബിൾസിൻ്റെയും ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന ഒരു ക്വയറി ആണെന്ത്, അല്ലെങ്കിൽ ഒരു ബിൽറ്റ് ഇൻ ഡാറ്റാബേസ് ആണ്. ടേബിൾസിൻ്റെ ഡാറ്റാബേസ്, അത് എത്ര ടേബിളുകളുണ്ട് എന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഇൻഫർമേഷൻ സ്കീമ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ സ്കീമ നമുക്ക് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് മനസ്സിലായി, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതാണ് ക്വയറി. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഓക്കെ, ലെറ്റ്സ് പോസ്. നമുക്കൊന്നുകൂടി പറയാം. ഫസ്റ്റ് 1 നമ്മളെപ്പോൾ 1 കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
അത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് യൂസർ ഐ ഡി എന്ന് പറയുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നത് 1 2 3 4. അപ്പോൾ നമ്മൾ ആദ്യം അത് എക്സ്പെക്ട് ചെയ്യുന്ന കൊടുക്കും, എന്നിട്ട് അപ്പം തന്നെ അപ്പോസ്ട്രോഫി ഇടും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ പോകണം. എന്താണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്? യൂണിയൻ സെലക്ട് 1, അതായത് ഇഞ്ചെക്ട് എ സെക്കൻഡ് ക്വയറി ദാറ്റ് ആസ്ക്സ് ഫോർ ടേബിൾസ് നെയിം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ 1 നിങ്ങൾ തന്നോ, അതിൻ്റെ കൂടെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കൂടി ഓൾസോ ഇതും കൂടി തരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടേബിൾ നെയിം. ഓക്കെ, എല്ലാ ടേബിൾ നെയിംസും നമുക്ക് വേണം. എവിടുന്നാണ് വേണ്ടത്? ഇൻഫോർമേഷൻ സ്കീമ ഡോട്ട് ടേബിൾസ്. ഇൻഫോർമേഷൻ സ്കീമ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എല്ലാ ടേബിൾസിൻ്റെ ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ സ്കീമ എന്ന് പറയുന്നത്. അപ്പം ഇൻഫോർമേഷൻ സ്കീമയിൽ എല്ലാ ടേബിൾസിൻ്റെ ഡേറ്റ കൊണ്ടുപോകാം. ഓക്കെ, വേർ ടേബിൾ ഇസ്ക്വൽസ് ടു സ്കീമ ഇസ്ക്വൽസ് DVWA ഫിൽറ്റർ ഓൺലി ഷോ ടേബിൾസ് ദാറ്റ് ബിലോങ് ടു ദ DVWA ഡാറ്റാബേസ്. അതായത് ഈ വെബ്സൈറ്റിന് പേര് DVWA എന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബേസിക്കലി എല്ലാം എന്ന് പറയാം, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഇതും നമുക്ക് കൊണ്ടെത്താം. പിന്നെ നമ്മൾ ഹാഷ്ടാഗ് നേരത്തെ ഇട്ട പോലെ തന്നെ ഹാഷ്ടാഗ് ഇടും. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. ലെറ്റ്സ് കോപ്പി ദിസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ VM. ഓക്കെ, ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, ബട്ട് സ്ലോലി യു വിൽ ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ്. ഇറ്റ്സ് ടോട്ടലി നോർമൽ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഞാൻ ബാച്ചിലേഴ്സ് പഠിക്കുമ്പോൾ SQL. ഓക്കെ, വല്ലാഹി ഐ ഹേറ്റഡ് SQL. ഓക്കെ, ബട്ട് ദെൻ വല്ല ചെയ്ത് നമുക്ക് ഇതിങ്ങനെ പരിചയം. ഓക്കെ, നോ ഇത് കൊടുക്കുന്നപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ ടേബിൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്കറിയണം. ഏത് ആമസോണിൻ്റെ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സ്, ക്ലയൻറ്റ്സ്, ഓർഡേഴ്സ്. ഓക്കെ, അങ്ങനത്തെ അതുപോലെ നമുക്കിത് വേണം. വോല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ? ഓക്കെ, ഫസ്റ്റ് 1 ഇതെന്താ? ആദ്യം വരുന്നത് നമ്മൾ ആദ്യം 1 എന്ന് കൊടുത്തല്ലോ. ഓക്കെ, ഇങ്ങനെ 1 എന്ന് കൊടുത്തല്ലോ. ഈ 1ൻ്റെ ഉത്തരം അത് തരും. ഓക്കെ, വി ആർ ഗോയിങ് ടു ഇഗ്നോർ ദിസ്. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഗസ്റ്റ് ബുക്ക് ഒരു ടേബിളാണ്, യൂസേഴ്സ് വേറൊരു ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആമസോണിൽ പ്രൊഡക്ട്സ്, ഓർഡേഴ്സ് അങ്ങനെയുള്ളതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ അവർ ഇതിൻ്റെ നമ്മൾ ബാക്കിലുള്ള കാര്യം കാണുകയാണ്. അതാണ് ദാറ്റ്സ് ദ ഹോൾ പേർപ്പസ്. ഓക്കെ, ഡാറ്റാബേസിലുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു യൂസറിന് അറിയാൻ പാടില്ല, പക്ഷെ അത് അറിയുന്നതാണ്. ആ ഇൻഫർമേഷൻ നമ്മൾ വലിച്ചെടുക്കുന്നതാണ് ഈ ഹാക്കിംഗ്. ഓക്കെ, എന്താണുള്ളത്? ഒന്ന് ഗസ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, വേറെ യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളും ഉണ്ട്. ഓൾ റൈറ്റ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? നൗ വി നോ ഏതൊക്കെ ടേബിൾസ് ആണുള്ളത്. ഇവിടെ നമുക്ക് എന്തറിയാം? ഗസ്റ്റ് ബുക്കിലാണോ യൂസേഴ്സിലാണ്? അപ്പോൾ നമുക്ക് മനസ്സിലായി യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. യൂസേഴ്സിൻ്റെ ടേബിളാണ് എന്തുണ്ടാവുക? യൂസർ നെയിമും പാസ്വേഡൊക്കെ യൂസേഴ്സിൻ്റെ ടേബിളാണുള്ളത്. നൗ നമുക്ക് എന്തൊക്കെ അറിയാം? ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഏതാണെന്നറിയാം, ടേബിൾ നെയിം അറിയാം. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം വലിച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ PDF. ഓക്കെ, sorry, let's go back to the PDF. Sorry, you know that. Yes. Okay, PDF പോയി. ഓക്കെ, PDF പോയി. ഓക്കെ, നമുക്കിത് കിട്ടി. എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ദിസ് 2 tables, guest book and users. We know which one matters. The users table holds username and passwords. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിലേക്ക് പോകണം. Phase 3, give me everything. You know the table name, now pull the actual data. ഓക്കെ, എങ്ങനെയാണ്? ഫസ്റ്റ് 1 അത് എന്താണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെ കൊടുക്കുക. 1 or 2 or 3 ഏതാണെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ 1 കൊടുത്തു. യൂണിയൻ സെലക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾസോ നമ്മൾ മറ്റേതിൽ പറഞ്ഞല്ലോ, ഓൾസോ അമൻ ഫസ്റ്റ് കൊടുത്തു. ഓക്കെ, ഗിവ് മീ ദ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് അമൻ, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഓൾസോ എന്ന് പറഞ്ഞല്ല, അതാണ് യൂണിയൻ സെലക്ട്. യൂണിയൻ സെലക്ട് യൂസറും പാസ്വേഡും എടുക്കുക. ഓക്കെ, ഫ്രം യൂസേഴ്സ് എന്താണ്? ഇവിടെ ടേബിളിൻ്റെ പേര് യൂസേഴ്സ് ആണെന്ന് നമുക്കറിയാം. നേരത്തെ അതെങ്ങനെ മനസ്സിലായി? നേരത്തെ ഇവിടുന്ന് മനസ്സിലായി. ഓക്കെ, യൂസേഴ്സ്, പിന്നെ നമ്മൾ ഹാഷ്ടാഗും ഇടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ലെറ്റ്സ് സീ. ഓക്കെ, വി ആർ ബാക്ക് ഇൻ ടു ആ ഖാലി മെഷീൻ. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യും? നേരത്തെ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ലെറ്റ്സ് ചെക്ക്. വോല. ഓക്കെ, ഫസ്റ്റ് 1 ഡോണ്ട് മൈൻഡ്, ഐ ഇഗ്നോർ ദിസ്. കാരണം ഇത് നമ്മളെന്താണ്, നമ്മളെ ഫസ്റ്റ് അതിന് ആവശ്യമുള്ള കാര്യം കൊടുത്ത് ബാക്കി കാര്യങ്ങൾ കിട്ടി. എന്താണ് നമുക്ക് കിട്ടിയത്? ഒന്നാമത് നമുക്ക് കിട്ടിയ കാര്യം, ജസ്റ്റ് ഗിവ് മീ എ സെക്കൻഡ്. യെസ്, ഓക്കെ, നമുക്ക് ഒന്നാമത് കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്മിൻ്റെ പാസ്വേഡ് ആണോ ഇത്? നോ, ദിസ് ഇസ് നോട്ട് പാസ്വേഡ്. ഓക്കെ, ഇതെല്ലാ പാസ്വേഡിൻ്റെ ഹാഷാണ്. ഓക്കെ, ഹാഷ് എന്ന് വെച്ചാൽ അതിനെ പാസ്വേഡ് ഡയറക്റ്റ്ലി പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാണ്ട് അതിനൊന്ന് എൻക്രിപ്റ്റ് ചെയ്യാം, ഒന്ന് സീക്രട്ട് ആക്കിയിട്ട് സേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹാഷ് വാല്യൂ എന്ന് പറയും. ഓക്കെ, അപ്പം അഡ്മിൻ്റെ പാസ്വേഡിൻ്റെ ഹാഷ് വാല്യൂ നമുക്ക് കിട്ടി. ഗോർഡൻ ബീൻ്റെ
പാസ്വേഡിൻ്റെ ഹാഷ് വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, യൂസർ 1337 ഹാഷ് വാല്യൂ നമുക്ക് കിട്ടി, പാബ്ലോൻ്റെ ഹാഷ് വാല്യൂ കിട്ടി, സ്മിത്തിൻ്റെ ഹാഷ് വാല്യൂം കിട്ടി. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്, നമ്മൾ 3 SQL കയറി വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ്, സാധാ ഈ ടെക്സ്റ്റ് ഫീൽഡ് ശരിക്കും വെറും യൂസർ ID മാത്രം ആക്സെപ്റ്റ് ചെയ്യേണ്ട സാധനത്തിൻ്റെ ഉള്ളിലൂട്ടി നമ്മൾ യൂസർ IDക്ക് പകരം നമ്മളുടേതായ കമാൻഡുകൾ കുത്തിക്കയറ്റി തിരിച്ച് ആ ഡാറ്റാബേസിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തു. This is SQL hacking, or this is SQL injection. Okay, now these long strings, okay, what does these mean? Okay, ഇത് എക്സാക്ട്ലി പാസ്വേഡ് അല്ല, ഇതിനാണ് നമ്മൾ ഹാഷ് എന്ന് പറയാം. ഓക്കെ, പാസ്വേഡ് നമ്മളിങ്ങനെ എന്തോ ഇപ്പം ഒരു ഉദാഹരണം പറയുന്നതാണെങ്കിൽ പാസ്വേഡിൻ്റെ എല്ലാ ഡിജിറ്റിനെയും നമ്മൾ ഇപ്പം ഒന്നിനെ നമ്മൾ ഇപ്പോൾ പാസ്വേഡ് ലെറ്റ്സ് പാസ്വേഡ് അമൻ എന്നാണെങ്കിൽ A എന്നുള്ളത് നമ്മൾ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. M എന്നുള്ളത് നമ്മൾ ലെറ്റ്സ് M എത്രാമത്തെ അക്ഷരമാണോ, M എന്ന് പറയുന്നത് 13ാമത്തെ അക്ഷരമാണെന്ന് തോന്നുന്നു, അതിപ്പോൾ 1+3 4 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ A എന്നുള്ളത് നമ്മൾ അങ്ങനെ വേറിട്ട രീതിയിൽ റെപ്രസെൻറ്റേഷനൊക്കെ നടത്തി കുറച്ചൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഹാഷ് വാല്യൂ. അപ്പോൾ ഓരോ പാസ്വേഡിനും യുണീക്ക് ഹാഷ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു ക്യാപിറ്റലേ മാറി സ്മോളേ ആയ ഹാഷ് വാല്യൂ മാറും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളെ നാട്ടിലൊരു വലിയൊരു കേസ് നടക്കുകയും എന്നിട്ട് ഒരു പീഡന കേസ് നടക്കുകയും എന്നിട്ട് ആ പീഡന കേസിൽ ആ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിൻ്റെ വീഡിയോസ് എടുത്തു എന്ന് പറയും, എന്നിട്ട് ആ വീഡിയോസ് ടാമ്പർ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അവർ അപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും കോടതിയിൽ. ഇത് പണ്ടത്തെ കഥയാണ് പറയുന്നത്. ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി കേട്ടൊരു വാക്കായിരുന്നു, ഫോറൻസിക്സിൽ കൊടുത്തു, പക്ഷേ ഹാഷ് വാല്യൂ മാറി. ഇതിനെ പറ്റിയാണ് പറയുന്നത്. അത് ആ വീഡിയോൻ്റെ 1 സെക്കൻഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ വീഡിയോയും ഈ പുതിയ വീഡിയോ നമ്മൾ ഹാഷ് വാല്യൂ മാറും. അപ്പം ഒരു എവിഡൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഹാഷ് വാല്യൂ എടുത്തു വെക്കും. എന്തിനാണ്, കോടതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പം ആ വീഡിയോ എഡിറ്റ് ചെയ്തിനോ ടാമ്പർ ചെയ്തിനോ എന്ന് മനസ്സിലാവണമെങ്കിൽ കോടതിയിൽ ആ പ്രസൻറ്റ് ചെയ്ത വീഡിയോൻ്റെ ഹാഷ് വാല്യൂ കൂടി എടുത്തിട്ട് ഇത് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, എനിവേസ് കമ്മിങ് ബാക്ക്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ PDF. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ PDF. ഓക്കെ, what is hashing? Oh wait, PDF അല്ലേ. Okay, what is hashing? Websites, hopefully, do not store your actual passwords as plain text. Rather, they run it through a hashing function, a mathematical process that converts it into a fixed length string. String എന്ന് വെച്ചാൽ ഒരു alphanumeric ടെക്സ്റ്റിനെയാണ് string എന്ന് പറയുന്നത്. Okay, the key property, it only works one way. You can turn password into a hash very easily, but you cannot mathematically reverse the hash back into password. Okay, ഹാഷിംഗ് ഇല്ലസ്ട്രേറ്റഡ്, അത് വ്യത്യസ്ത ഹാഷിംഗ് ആൽഗോറിതം ഉണ്ട്. ഓക്കെ, അപ്പം പാസ്വേഡ് എന്നുള്ളത് നമ്മൾ MD5 ഹാഷിലൂട്ടി കടത്തി വിട്ടാൽ നമുക്ക് ഇതാണ് കിട്ടുക. Zine 2024 എന്ന് നമ്മൾ MD5 ഇതിലൂടെ കൊടുത്താൽ നമുക്ക് വേറെയാണ് കിട്ടുക. എവറി ടൈം യു ഹാഷ് ദ സെയിം ഇൻപുട്ട് യു ഗെറ്റ് ദ സെയിം ഔട്ട്പുട്ട്, ബട്ട് ഈവൻ 1 character different gives a completely different hash and you cannot reverse either one. You can actually നിങ്ങൾക്ക് ഇങ്ങനെ MD5 ഹാഷ് ജനറേറ്ററിന് നെറ്റിൽ അടിക്കാം, എന്നിട്ട് നിങ്ങളുടെ പേര് അടിച്ച് നോക്കിയാൽ നിങ്ങളുടെ പേരിൻ്റെ ഹാഷ് വാല്യൂ കിട്ടും. ആ AMA എന്നുള്ളത് ക്യാപിറ്റലേ മാറി സ്മോളേ ആക്കിയാൽ മൊത്തം ഹാഷ് വാല്യൂ മാറും. ഓക്കെ, അപ്പോൾ അത് ഒരു മാത്തമാറ്റിക്കൽ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാണ്, അത് മാറ്റുകയാണ്. ഓക്കെ, അപ്പം how attackers crack hashes. Number 1, rainbow table. Pre-computed lists of millions of common password and their hashes. Attacker checks, does this hash match anything in my list? Okay, അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരുത്തർ ചോദിച്ചിരുന്നു കോമൺ പാസ്വേഡ് വെച്ചാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യന് വ്യത്യാസം ഉണ്ടായിരുന്നു, ബട്ട് 1 ആൻസർ ഇസ് കോമൺ പാസ്വേഡ് വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ യെസ്, ഈ ഹാഷിനെ നമുക്ക് തിരിച്ച് പാസ്വേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഓക്കെ, പക്ഷേ പാസ്വേഡിൻ്റെ ഹാഷ് ഇതാണ് എന്ന് ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. കോമൺ പാസ്വേഡ്സിൻ്റെ ഒക്കെ ഹാഷ് ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഹാക്കറിന് ഹാഷ് വാല്യൂസാണ് കിട്ടിയതെങ്കിൽ പോലും ഈ ഒരുപാട് ഹാഷ് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെച്ച റെയിൻബോ ടേബിളിൽ കയറിയിട്ട് ഈ ഹാഷ് വാല്യൂ ഏതെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് കോമൺ പാസ്വേഡ്സ് ഉപയോഗിച്ചാലുള്ള പ്രശ്നം. കാരണം കോമൺ പാസ്വേഡ്സിൻ്റെ ഹാഷ് ഓൾറെഡി അവൈലബിൾ ആണ്, ഔട്ട് ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, അപ്പോൾ അതായത് പാസ്വേഡ് എന്ന് ഒരാൾ പാസ്വേഡ് വെച്ചാൽ അതിൻ്റെ ഹാഷ് വാല്യൂ ഓൾറെഡി എന്തുണ്ട്, എല്ലാ റെയിൻബോ ടേബിളിലും അത് ഓൾറെഡി ഉണ്ട്. റെയിൻബോ ടേബിൾ എന്ന് വെച്ചാൽ ഈ ഹാഷ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ്, അല്ലെങ്കിൽ അതൊരു ഡാറ്റാബേസ് അല്ല, ഒരു ടേബിളാണ്. ഓക്കെ, അങ്ങനെ വ്യത്യസ്ത ഓൺലൈൻ ക്രാക്കേഴ്സ് വെബ്സൈറ്റ് ലൈക്ക് cracktation.net have database of millions of hash to password mappings. Paste in a hash, get the original password back in seconds if it is common. Same, അതായത് ഓൺലൈനായിട്ട് നമുക്ക് എന്താണ്, നമ്മൾ ഹാഷ് വാല്യൂ മാത്രമാണ്, നമുക്കിപ്പോൾ SQL ഇഞ്ചക്ഷനിൽ നമുക്ക് ഹാഷ് വാല്യൂ മാത്രമാണ് കിട്ടിയതെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹാഷ് വാല്യൂ പേസ്റ്റ് ചെയ്തിട്ട്
ഈ ഹാഷ് വാല്യൂ കോമൺ ആയിട്ടുള്ള പാസ്വേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഈ പാസ്വേഡിൻ്റെ ഹാഷ് വാല്യൂ ഇതാണ്, ഐ ലവ് യുൻ്റെ ഹാഷ് വാല്യൂ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഹാഷ് വാല്യൂ ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റ് പാസ്വേഡ് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. പിന്നെ ഉള്ളത് ബ്രൂട്ട് ഫോഴ്സ് വിത്ത് GPUs. ഇത് ആക്ച്വൽ കാൽക്കുലേഷൻ തന്നെ ചെയ്യലാണ്. ബട്ട് ദെൻ that's something that's not very common. Okay, so we skip that. All right. Now അടുത്തത് cross site scripting ആണ്. But then I don't think we should teach this today because I think I've given you enough information for today already. All right, ഇത് another type of web application attack ആണ്. Okay, so when though we thought of teaching this, we'll move this for the next week inshallah. So ഇന്നത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ I know it may feel like a lot. Okay, confusions ഉണ്ടാകാം, ബേജാറുണ്ടാകാം, I understand, but then please be patient with me. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും the more you play with this, മെല്ലെ കാര്യങ്ങൾ you'll grasp it. Okay, മതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, don't do that. All right, you can get this, you can make this. All right, be patient with yourself. എന്ത് പഠിക്കുമ്പോഴും അത് ദുനിയാവിൻ്റെ വിഷയമായിക്കോട്ടെ, ദീനിൻ്റെ വിഷയമായിക്കോട്ടെ, we need to be patient with ourselves. ഫസ്റ്റ് ഹേർഡിൽ തന്നെ മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇട്ടേച്ച് പോകല്ല. ട്രൈ അഗൈൻ. ഫസ്റ്റ് ടൈം മനസ്സിലായില്ലെങ്കിൽ സെക്കൻഡ് ടൈം ചിലപ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ പ്രാവശ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം മനസ്സിലാവും. മൂന്നാമത്തെ പ്രാവശ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നാലാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഇൻഷാല്ലാ എന്തായാലും മനസ്സിലാവും. ഓക്കെ, സോ ബി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ്. Do not feel discouraged when you see things that you do not understand. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. So be patient with yourself. ഇനി ഇക്കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ do not go out. അടുത്ത കാര്യം വരുന്നുണ്ട്. മെല്ലെ you'll start connecting dots. All right, Subhanakallah feek. Assalamu alaikum wa rahmatullahi wa barakatuh.